CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 17 വേദികളിലായി 325 ഇനങ്ങളിൽ 7000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുണ്ടാക്കിയ മുന്നേറ്റത്തിൽ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്ന് BJP മലപ്പുറം മേഖലാ ജനറൽ സെക്രട്ടറി KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മലപ്പുറം പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടെടുപ്പിന് പാലക്കാട് ജില്ലയിൽ 12393 ബാലറ്റ് യൂണിറ്റുകളും 4366 കൺട്രോൾ യൂണിറ്റുകളും ഉപയോഗിക്കും. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിന് മുൻപും ശേഷവും വിധികർത്താക്കളെ ചൊല്ലി കടുത്ത പ്രതിഷേധം. ഇത് പ്രഖ്യാപനം വന്നതോടെ തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നാരോപിച്ച് തൃക്കടീരി PTM HSSലെ വിദ്യാർത്ഥികൾ പൊട്ടിക്കരഞ്ഞാണ് വേദി വിട്ടത്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 17 വേദികളിലായി 325 ഇനങ്ങളിൽ 7000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. തിങ്കളാഴ്ച പ്രധാന വേദികളിലായി മോണോ ആക്ട്, സ്കിറ്റ്, നാടകം, മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ, മാപ്പിളപ്പാട്ട്, സംഘനൃത്തം, മിമിക്രി, ചവിട്ടുനാടകം തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടർ രവി മീണ നിർവഹിച്ചു. I also appreciate the efforts of teachers and parents whose encouragements and guidance shape every performance we will witness. Managing an event of this scale is not easy, and I acknowledge the excellent coordination by the organizers. The district administration will fully support to you to ensure smooth and safe conduct of the festival. ജില്ലയിലെ സംഗീത അധ്യാപകർ സ്വാഗതഗാനം ആലപിച്ചു.
ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.എം. സലീന ബേബി അധ്യക്ഷയായി. ഗായകൻ പ്രണവം ശശി മുഖ്യാതിഥിയായി. കലോത്സവ ലോഗോ, സ്വാഗതഗാനം, പരസ്യചിത്രം എന്നിവ തയ്യാറാക്കിയവരെ ആദരിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 1.5 പതിറ്റാണ്ടിനു ശേഷമാണ് ആലത്തൂരിലെത്തുന്നത്. 2010 ഇതിനു മുൻപ് കലോത്സവം ആലത്തൂരിൽ നടന്നത്. നഗരത്തിലും 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വിദ്യാലയങ്ങളിലും വിദ്യാലയങ്ങളുടെ സമീപമുള്ള ഹാളുകളിലുമായാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണശാല ഗുരുകുലം സ്കൂളിന് സമീപമുള്ള പവിത്ര മണ്ഡപത്തിലാണ്. ആലത്തൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ഭക്ഷണശാലയിലേക്ക് വാഹന സൗകര്യം വേദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു. കലോത്സവം 4-ന് സമാപിക്കും. CCN പാലക്കാട്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിന് മുൻപും ശേഷവും വിധികർത്താക്കളെ ചൊല്ലി കടുത്ത പ്രതിഷേധം. വിധി പ്രഖ്യാപനം വന്നതോടെ തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നാരോപിച്ച് തൃക്കടീരി PTM HSSലെ വിദ്യാർത്ഥികൾ പൊട്ടിക്കരഞ്ഞാണ് വേദി വിട്ടത്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിധികർത്താക്കളെ ചൊല്ലി തൃക്കടീരി PTM സ്കൂൾ ടീം സംശയം പ്രകടിപ്പിച്ചിരുന്നു. വിധികർത്താക്കളായി വന്ന കണ്ണൂരുകാരായ 3 പേരും മറ്റൊരു സ്കൂളിന്റെ പരിശീലകനായ ഇതേ ജില്ലക്കാരന് വേണ്ടപ്പെട്ടവരാണെന്നും അതിനാൽ വിധി തീർപ്പ് നീതിയുക്തമാകില്ലെന്നും ഇവർ ആരോപിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അപ്പോൾ തന്നെ ഇമെയിൽ വഴി പരാതിയും അയച്ചെങ്കിലും വിധികർത്താക്കളെ മാറ്റാൻ സംഘാടകർ തയ്യാറായില്ല. തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ സഹകരിച്ചു. ഫലം വന്നപ്പോൾ തൃക്കടീരി സ്കൂളിന് 1ാം സ്ഥാനം നേടിയ ടീമിനേക്കാൾ 2 മാർക്ക് മാത്രമാണ് കുറവുണ്ടായിരുന്നത്. മാർക്ക് കുറയാനുള്ള കാരണം വ്യക്തമാക്കണമെന്ന് വിധികർത്താക്കളോട് കുട്ടികളും പരിശീലകരും ആവശ്യപ്പെട്ടു. ഇവര് മാറ്റി കളിക്കാൻ ഇതേ മിസ്റ്റേക്ക് കൊണ്ട് പാലക്കാടിന് തന്നെയാണ് നഷ്ടം. പൈസ പോണതല്ല വിഷയം. ഇവരിത് മാറ്റി കളിച്ചിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പഠിപ്പിച്ചാലും ഇപ്പൊ നമുക്ക് എന്താ തെറ്റെന്നറിയില്ല. ഇത് മാറ്റണമെങ്കിൽ ഇവർ എന്താ പ്രശ്നം എന്ന് പറയാം. ഇവർക്ക് അത് പറയാനും പറ്റുന്നില്ല. അതൊരു മാന്യതല്ലോ. ഒന്നും വേണ്ട, നിങ്ങൾ റിസൾട്ട് മാറ്റണ്ട. ഇത് എവിടെയാണ് മാർക്ക് പോയത്, എന്താണ് തെറ്റ്, അത് മാത്രം ആവശ്യമുള്ളൂ. എന്നാൽ വിധികർത്താക്കൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കുറ്റപ്പെടുത്തിയ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ച് പൊട്ടിക്കരഞ്ഞാണ് മടങ്ങിയത്. അവിടെ പോയി പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇങ്ങോട്ട് വായൊന്നും, ഇവിടെ പോയി പറഞ്ഞപ്പോ ഇവിടെ അല്ല വേറെ എവിടെയാണ്. അത് ഈ ഒരു സ്കൂളിൽ സ്കൂളിലെ ട്രെയിനറാണ്, അതുകൊണ്ടാണ് മാറ്റണം എന്ന് പറഞ്ഞത്. ട്രെയിനറിന്റെ ഒപ്പമുള്ള ആൾക്കാർ, ആ ട്രെയിനറിന്റെ ഒപ്പമുള്ള ആൾക്കാരാണ് ഈ ജഡ്ജസ് ഒക്കെ ഒരു സ്ഥലത്തുനിന്ന് വന്നതാ. അറിയോ ഒരു കാര്യം പറ്റേ, ഞങ്ങൾ ഉൾപ്പെടെ ബാക്കിയുള്ള 9 സ്കൂളുകൾക്ക് ഉറപ്പായിരുന്നു ഗുരുകുലത്തിനെ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയുന്നു. ഞങ്ങൾ പിന്നാലെ ചോദിച്ചത് 2 മാർക്കിൽ ഗൂഢാലോചന, അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന ഗൂഢാലോചന. ഒരു കാരണം അവർ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച റിപ്പൺ. ആ റിപ്പൺ പോയപ്പോ ചെയ്തിട്ട് പോലും ഇല്ല. ഒരു റിപ്പൺ മുറിക്കുമ്പോൾ നമ്മൾ അയക്കാൻ നോക്കാം, മാർക്ക് നോക്കി മുറിക്കാൻ പറ്റുമോ? കലോത്സവത്തിലെ വിധിന്യായത്തിനെതിരെ അപ്പീൽ നൽകുമെന്നും ടീം അറിയിച്ചു. CCN പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുണ്ടാക്കിയ മുന്നേറ്റത്തിൽ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്ന്
BJP മലപ്പുറം മേഖലാ ജനറൽ സെക്രട്ടറി KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മലപ്പുറം പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമി അതിനെ വിഴുങ്ങിയിരിക്കുന്നു. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയാണ് കോൺഗ്രസിനെ മലപ്പുറം ജില്ലയിൽ നയിക്കുന്നത്. അവശേഷിക്കുന്ന കോൺഗ്രസ് സമാന്തര ലീഗായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ ജില്ലയിൽ തത്വത്തിൽ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. അത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതനുസരിച്ചൊരു മാറ്റമാണ് നമ്മുടെ ജില്ലയിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വരാൻ പോകുന്നത്. കാരണം ഈ തവണ വലിയ മുന്നേറ്റമാണ് BJP ഇവിടെ ഈ ജില്ലയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലടക്കം വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് ഞങ്ങൾക്ക് 2 റൗണ്ട് പ്രവർത്തനം പൂർത്തിയാക്കിയ സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അടവ് നയം ആണെന്ന് KK സുരേന്ദ്രൻ ആരോപിച്ചു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിലും വികസിത മലപ്പുറം എന്ന കാഴ്ചപ്പാടാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞിരുന്നത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നാണ്. ഇപ്പൊ CPM മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്ന് മൂലധന രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലെ കോൺഗ്രസ് പറയുമ്പോൾ ഇപ്പൊ ഇന്ന് നമ്മുടെ പത്രത്തിൽ കണ്ടു പൊന്മുണ്ടം പഞ്ചായത്തിലെ കോൺഗ്രസിനെ പിരിച്ചുവിട്ടു. സാധാരണ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിമത സ്ഥാനാർത്ഥികളായി ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചാൽ പുറത്താക്കുകയാണ് സാധാരണ പതിവ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇവിടെ അടവ് നയം സ്വീകരിച്ചിരിക്കുകയാണ്. പൊന്മുണ്ടം പഞ്ചായത്തിൽ പരസ്യമായ സഖ്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അവിടെ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്നതുകൊണ്ട് സഖ്യമില്ലാതാകുന്നില്ലല്ലോ. കോൺഗ്രസുകാരെ പുറത്താക്കാനുള്ള ആർജവം കാണിക്കാൻ DCC നേതൃത്വം തയ്യാറാക്കണം. അപ്പൊ ഇവിടെയൊക്കെ ഈ നാടകങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ ജില്ലയിൽ 1600 പേരാണ് മത്സര രംഗത്തുള്ളതെന്നും അതിൽ 1578 പേർ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ BJP ജില്ലയിലും വൻ മുന്നേറ്റം നടത്തുമെന്നും KK സുരേന്ദ്രൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെക്കുന്നത് വികസിത മലപ്പുറം എന്നാണ്. ഈ വികസിത മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം നമ്മുടെ ജില്ലയിൽ പ്രസക്തമായ ഒരു വികസനം നടന്നിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നമ്മൾ പിറകിലാണ്. കാർഷിക മേഖലയിൽ നമ്മൾ പിറകിലാണ്. വ്യവസായ മേഖലയിൽ നമ്മൾ പിറകിലാണ്. എന്തിനധികം ഗവൺമെന്റ് സെക്ടറിൽ മതിയായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലും നമുക്കില്ല. ജില്ലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും നൽകുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വികസിത മലപ്പുറത്തെ മുഴുവൻ ഗ്രാമങ്ങളും വികസിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം നമ്മുടെ ജില്ലയിലെ ജനങ്ങൾക്കും ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് BJP വികസിത മലപ്പുറം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് P സുബ്രഹ്മണ്യനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. വോട്ടെടുപ്പിന് പാലക്കാട് ജില്ലയിൽ 12,393 ബാലറ്റ് യൂണിറ്റുകളും 4,366 കൺട്രോൾ യൂണിറ്റുകളും ഉപയോഗിക്കും. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. 5 മുതൽ അവയിൽ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി വോട്ടെടുപ്പിന് സജ്ജമാക്കും. തുടർന്ന് വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. വോട്ടെടുപ്പിന്റെ തലേന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മറ്റ് പോളിംഗ് സാമഗ്രികൾക്കൊപ്പം വിതരണം ചെയ്യും.
മൾട്ടിപോസ്റ്റ് EVM ആണ് ഉപയോഗിക്കുക. ഗ്രാമപഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്ന EVMന് ഒരു കൺട്രോൾ യൂണിറ്റും 3 ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടാകും. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള 3 ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിക്കുക. നഗരസഭകളിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഒരു ബാലറ്റ് യൂണിറ്റിൽ 15 വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത്. ഏതെങ്കിലും തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം 15-ൽ കൂടുതലുണ്ടെങ്കിൽ രണ്ടാമതൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും. 16 മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് ക്രമീകരിക്കുക. CCN ചെർപ്പുളശ്ശേരി. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തച്ചനാട്ടുകര പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി സന്ദീപ് വാര്യർ യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വെച്ച് വാർഡംഗമായ KPM സലീമിനെ ആദരിച്ചു. റഫീഖ് പാറക്കോട്ടിൽ, AK ജയറാം, EK ഹസീന, EK മൊയ്തുപ്പ് ഹാജി, P കരീം ഹാജി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് കാഞ്ഞിക്കുളത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരാൾ മരിച്ചു. കാഞ്ഞിക്കുളം ചേലപ്പാറ സ്വദേശി വിശ്വനാഥനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 12:30 കല്ലടിക്കോട് ചെക്ക് പോസ്റ്റ് ഭാഗത്ത് അപകടം നടന്നത്. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ നായ ചാടിയതിനെ തുടർന്നാണ് അപകടമുണ്ടായതും ഓട്ടോ മറിഞ്ഞതും. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിശ്വനാഥനെ ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകുന്നേരത്തോടെ മരണം സംഭവിക്കുകയായിരുന്നു. CCN ചത്തല്ലൂർ. മണ്ണാർക്കാട് താലൂക്കിലെ പ്രധാന ജലസ്രോതസ്സായ മുറിയൻകണ്ണിപ്പുഴ നാശത്തിന്റെ വക്കിലെത്തിയതോടെ പുഴ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൂതപ്പുഴയുടെ കൈവഴിയായ ഈ പുഴയുടെ പല ഭാഗങ്ങളും കാടുമൂടി ഒഴുക്കുനിലച്ച നിലയിലാണ്. മുറിയൻകണ്ണിക്കടവിലെ വലിയ കയത്തിൽ ധാരാളം വെള്ളമുണ്ടെങ്കിലും ഈ ജലത്തെ ഉപയോഗപ്പെടുത്താൻ നിലവിൽ നടപടികളൊന്നുമില്ല. പുഴയുടെ ഭൂരിഭാഗം സ്ഥലത്തും പുല്ലുകളും മരങ്ങളും പടർന്നു നിൽക്കുന്നതിനാൽ പുഴയിലേക്ക് എത്തുന്നവർക്ക് ഇത് ഭീതിയുളവാക്കുന്നു. ഒഴുക്ക് ക്രമാതീതമായി കുറഞ്ഞതോടെ പാറക്കെട്ടുകൾ തെളിഞ്ഞ് പുഴ കാടുമൂടിയ നിലയിലാണ്. ചെത്തല്ലൂർ ചാമപ്പറമ്പ് ശുദ്ധജല പദ്ധതികൾ, മാമ്പ്ര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, ചെറുകിട ജലനിധി പദ്ധതികൾ എന്നിവ ഉൾപ്പെടെ നിരവധി ജലപദ്ധതികൾ പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകൾക്കായുള്ള സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ കിണറും മുറിയൻകണ്ണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീരൊഴുക്ക് കുറഞ്ഞത് ഈ പദ്ധതികളെ ഗുരുതരമായി ബാധിക്കുന്ന നിലയിലായി. പ്രദേശത്തെ കർഷകരും ജലസേചനത്തിനായി പുഴയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ആഴക്കയങ്ങളും അടിയൊഴുക്കുമുള്ള മുറിയൻകണ്ണിപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ കുളിക്കാനും നീന്താനും എത്തുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ വർഷം അത്തിപ്പറ്റക്കടവിൽ കുളിക്കാനെത്തിയ വിദ്യാർത്ഥി സംഘത്തിലെ ഒരാളും മുറിയൻകണ്ണിക്കടവിൽ 1 വർഷം മുൻപ് ഒരാളും വെള്ളത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. പുഴയുടെ ആഴവും അടിയൊഴുക്കും അറിയാതെ നീന്താൻ ഇറങ്ങുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. കൂടാതെ പുഴ കാടുപിടിച്ച് കിടക്കുന്നതിനാൽ ഉൾഭാഗങ്ങളിലൂടെ എത്തി സാമൂഹ്യ വിരുദ്ധർ മദ്യപാനം പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യമുണ്ട്. ഈ ഭാഗങ്ങളിൽ പോലീസ്, എക്സൈസ് പരിശോധനകളും എത്താറില്ല. പുഴ സംരക്ഷിക്കുന്നതിനായി പുഴയോര സംരക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പുഴയിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ശുദ്ധീകരിക്കുകയും പുഴയെ കൂടാതെ ആളുകൾക്ക് ഉപയോഗപ്രദമാക്കാൻ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്താൽ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. CCN ചത്തല്ലൂർ. തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ വോട്ടുറപ്പിക്കാൻ കല്യാണ ചടങ്ങുകളിലും സജീവമായി സ്ഥാനാർത്ഥികൾ. പരമ്പരാഗത പര്യടനങ്ങൾക്കപ്പുറം വോട്ടർമാരുടെ മനസ്സറിയാൻ ജനകീയ വിശേഷങ്ങളിൽ സജീവമാവുകയാണ് സ്ഥാനാർത്ഥികൾ. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡായ ചെത്തല്ലൂർ തെക്കുമുറി വാർഡിലെ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം കല്യാണ തിരക്കിലായിരുന്നു. കാമ്പുറം ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു കല്യാണ പാർട്ടിയിൽ ത്രികോണ മത്സരത്തിലെ 3 സ്ഥാനാർത്ഥികളും സജീവ സാന്നിധ്യമായിരുന്നു. UDF സ്ഥാനാർത്ഥി സതീശൻ, LDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അബ്ദുൽ മജീദ്, BJP സ്ഥാനാർത്ഥി T ശ്രീജിത്ത് എന്നിവരാണ് കല്യാണ സൽക്കാരങ്ങൾക്കിടയിലൂടെ വോട്ട് ചോദിക്കാനും പുതിയ വോട്ടർമാരെ പരിചയപ്പെടാനുമുള്ള തിരക്കിലായിരുന്നത്. മാത്രമല്ല സദ്യ വിളമ്പുന്ന കാര്യത്തിലും സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു സൗഹൃദപരമായ മത്സരം പ്രകടമായി. ഇതിനോടകം വാർഡിൽ 2-3 തവണ പര്യടനം പൂർത്തിയാക്കിയ 3 സ്ഥാനാർത്ഥികളും ശുഭപ്രതീക്ഷയിലാണ്. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. വ്യക്തികളിൽ നിന്നും പൊതുകേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച വികസന നിർദ്ദേശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരത്തിന്റെ ടൗൺഷിപ്പിലേക്ക് കടക്കുന്ന നമ്മുടെ ആ പട്ടണത്തിലേക്ക് കടക്കുന്ന ഒരു പ്രദേശം, ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കനാലിന്റെ പാലം, അതിന്റെ കൈവരിയൊക്കെ ഒന്ന് ഭംഗിയാക്കി വെള്ളയിലേയും പെയിന്റ് അടിച്ച് മനോഹരാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട്
മണ്ണമ്പറ്റ റോഡ് വരെയുള്ള ഭാഗത്താണ് 1.5 കോടി രൂപയിൽ നല്ല ഡ്രെയിനേജും ഫുട്പാത്തും ഒക്കെ ആയിട്ടുള്ള ടൗൺ നവീകരണം 1.5 കോടി രൂപ ചെലവിൽ നമ്മൾ നടത്താൻ പോകുന്നത്. മറ്റൊന്ന് ശ്രീകൃഷ്ണപുരത്തെ കളിസ്ഥലാണ്. കായിക മേഖലയിലുള്ള നമുക്ക് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അത് പഞ്ചായത്തിന്റെ ഗ്രൗണ്ട് അല്ല, മാനേജ്മെന്റ് സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. അപ്പൊ നമുക്കത് ഒരു നിർദ്ദേശം നമ്മൾ അതിലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ സ്ഥലം വിട്ടുതരികയാണെങ്കിൽ നമുക്ക് വലിയ നിക്ഷേപം നടത്തിക്കൊണ്ട് ഒരു നല്ല സിന്തറ്റിക് ട്രാക്കോട് കൂടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് നമുക്ക് സാധ്യമാക്കാൻ കഴിയും. അപ്പോൾ ഒരു അഭിപ്രായമൊക്കെ മാനേജ്മെന്റിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അവരതിനോട് പോസിറ്റീവായിട്ട് എപ്പോൾ പ്രതികരിക്കുന്നുവോ അപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ട് നല്ല ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഗ്രൗണ്ടാക്കി അതിനെ നമുക്ക് നവീകരിക്കാൻ കഴിയുമെന്ന അഭിപ്രായം നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. അതുവരെ കാത്തു നിൽക്കാതെ തന്നെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ കളിസ്ഥലത്ത് നിലവിൽ അത് 90% പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ 1.5 മാസത്തിനുള്ളിൽ ജനുവരി അവസാനമാകുമ്പോഴേക്കും അതും നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയും. നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ ഒരു ഭാഗത്തൂടെ പോകുന്ന റോഡാണ് ശ്രീകൃഷ്ണപുരത്ത് നിന്ന് മുറിയക്കണ്ടിലേക്ക് പോകുന്ന ചെട്ടല്ലൂരിലേക്ക് പോകുന്ന റോഡ്. ആ റോഡും പാലവും നമുക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധ്യമാക്കാനായത് കിഫ്ബി എന്ന പദ്ധതി വന്നതുകൊണ്ട് മാത്രമാണ്. പ്രകടന പത്രികയുടെ പ്രകാശനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ആദ്യ കോപ്പി മംഗലാംകുന്ന് MA പരമേശ്വരന് നൽകി പ്രകാശനം ചെയ്തു. കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളാകട്ടെ എല്ലാ സന്ദർഭങ്ങളിലും പരിശ്രമിക്കുക തെരഞ്ഞെടുപ്പിനെ പരമാവധി അരാഷ്ട്രീയവൽക്കരിക്കാനാണ്. എങ്ങനെയൊക്കെയാണ് അടിമുടി രാഷ്ട്രീയവൽകൃതമായ ഒരു പ്രക്രിയയെ, ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്, ആ അടിമുടി രാഷ്ട്രീയവൽകൃതമായ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് പൈങ്കിളിയാക്കാൻ പറ്റുക എന്നതിന്റെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ. നിങ്ങൾ നമ്മുടെ നാട്ടിലെ ചാനലുകളിലെ ഈ തെരഞ്ഞെടുപ്പ് ഈ ഡിബേറ്റിനെ ശ്രദ്ധിച്ചു നോക്കൂ. അതിന്റെ പേര് തൊട്ട് നോക്കൂ. അടർക്കളം, ഓർക്കളം, പിന്നെന്താ ദ്വന്ദ്വയുദ്ധം, വാൾപ്പയറ്റൊക്കെ ഉണ്ടോന്ന് അറിയില്ല. ഒരു 4-5 കൊല്ലൊക്കെ കഴിയുമ്പോഴേക്ക് അതും വരും. വാൾപ്പയറ്റ്, കുന്തമുണ്ട്, ബോംബ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് വരിക. അപ്പൊ ആളുകൾക്ക് കേട്ടാൽ പിന്നെ ഇവിടെ എന്ത് ദ്വന്ദ്വയുദ്ധം നടക്കുന്നത്? ചടങ്ങിൽ M സെയ്താലി അധ്യക്ഷത വഹിച്ചു. K ജയദേവൻ, P അരവിന്ദാക്ഷൻ, B രാജേഷ്, MC വാസുദേവൻ, MK ദേവി, ജ്യോതിവാസൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 17 വേദികളിലായി 325 ഇനങ്ങളിൽ 7000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുണ്ടാക്കിയ മുന്നേറ്റത്തിൽ മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്ന് BJP മലപ്പുറം മേഖലാ ജനറൽ സെക്രട്ടറി KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മലപ്പുറം പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടെടുപ്പിന് പാലക്കാട് ജില്ലയിൽ 12393 ബാലറ്റ് യൂണിറ്റുകളും 4366 കൺട്രോൾ യൂണിറ്റുകളും ഉപയോഗിക്കും. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരത്തിന് മുൻപും ശേഷവും വിധികർത്താക്കളെ ചൊല്ലി കടുത്ത പ്രതിഷേധം. ഇത് പ്രഖ്യാപനം വന്നതോടെ തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നാരോപിച്ച് തൃക്കടീരി PTM HSSലെ വിദ്യാർത്ഥികൾ പൊട്ടിക്കരഞ്ഞാണ് വേദി വിട്ടത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.